السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين ما بعد. اتقوا الله عباد الله. ഉഖ്ബത്ത് ബിൻ ആമിർ അൽ-ജുഹനി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഖ്ബല ഇലൈഹി റഹ്തുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു സംഘം കടന്നു വരികയുണ്ടായി. റഹ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 അംഗ സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നു. ഫബായഅ തിസ്അതൻ വഅംസക അൻ വാഹിദിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 9 ആളുകളുമായും ബൈഅത്ത് ചെയ്തു, പക്ഷേ ഒരാളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്തില്ല. സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ബായഅത തിസ്അതൻ വതറക്ത ഹാദാ. 9 ആളുകളോടും അങ്ങ് ബൈഅത്ത് വാങ്ങി, പക്ഷേ ഒരാളെ മാത്രം അങ്ങ് മാറ്റി നിർത്തി, എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞത്, ഇന്ന അലൈഹി തമീമത്തൻ, തീർച്ചയായും അവൻ്റെ ശരീരത്തിൽ ഒരു ഏലസുണ്ട് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു വെക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വളരെ നിസാരമായി കാണുന്ന ഒരു കാര്യമാണ്. ഒരാളൊരു കുട്ടി ജനിച്ചു, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ വാഹനം വാങ്ങി, ആ രൂപത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ കാര്യം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു നൂലിലാൽ ബന്ധിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും ജാറത്ത് നിന്ന് കിട്ടുന്ന കെട്ടുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ തകർത്ത് കളയുന്ന ഒരു രൂപം. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടേയില്ല. എന്തെങ്കിലും കാര്യങ്ങൾ കെട്ടിവെച്ചുകൊണ്ട്, എന്തെങ്കിലും നൂലിൽ ഊതിക്കൊണ്ട് ഈ രൂപത്തിൽ രോഗശമനം തേടാൻ, അതല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ രൂപത്തിലൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. അതൊന്നും അള്ളാഹു ഈ ദുനിയാവിൽ കാരണമാക്കി വെച്ചിട്ടില്ല. അപ്പോൾ അള്ളാഹു കാരണമാക്കി വെക്കാത്ത അത്തരത്തിലുള്ള നൂല്, ഏലസുകൾ, മറ്റ് കാര്യങ്ങൾ എന്താവട്ടെ, അതിൽ നിന്നൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഉപകാരം പ്രതീക്ഷിക്കുക എന്നുള്ളതും, എന്തെങ്കിലും ഒരു മളറത്ത്, എന്തെങ്കിലും ഒരു പ്രയാസം അത് നമ്മൾ നേരിടുമെന്ന് ഭയപ്പെടുക എന്നുള്ളതും ശിർക്കാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയെ ഒഴിവാക്കാൻ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു ഏലസ് ഉണ്ടായിരുന്നു എന്ന ഒരൊറ്റ കാരണമാണ്. അവിടെ ആ ഏലസ് സ്വയം കഴിവുള്ളതാണെന്നാണോ, അതല്ല കൊടുത്ത കഴിവാണെന്നാണോ, ഇങ്ങനെയൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ല. അവിടുന്ന് എന്താ പറഞ്ഞത്? ഇന്ന അലൈഹി തമീമ, അവൻ്റെ ശരീരത്തിൽ ഒരു തമീമത്ത് ഉണ്ടായിരുന്നു, ഒരു ഏലസ് ഉണ്ടായിരുന്നു എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. എന്നിട്ട് ഹദീസിൽ കാണാം, ഫഅദ്ഖല യദഹു ഫഖതഅഹ, ആ മനുഷ്യൻ ആ കൈ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചത് മുറിച്ചു കളഞ്ഞു, അത് എടുത്തു കളഞ്ഞു. ഫബായഅഹു, എന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ബൈഅത്ത് ചെയ്തത്. എന്നിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക, ആരെങ്കിലും ഒരു തമീമത്ത് ധരിച്ചു കഴിഞ്ഞാൽ, അവൻ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ശിർക്ക് ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ പൊതുവായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അല്ലഖ തമീമത്തൻ, അതല്ലാതെ ഏതെങ്കിലും ഒരു കാര്യത്തിനോട് ബന്ധിപ്പിച്ചുകൊണ്ടോ മറ്റൊന്നുമല്ല പറഞ്ഞത്, പൊതുവായിക്കൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഏത് രൂപത്തിലുള്ള തമീമത്തായിക്കൊള്ളട്ടെ, ഏത് രൂപത്തിലുള്ള ഏലസ് ആയിക്കോട്ടെ, ചരടായിക്കൊള്ളട്ടെ, എഴുതി വെച്ചതായിക്കൊള്ളട്ടെ, ഇങ്ങനെ തുടങ്ങി ഏതൊക്കെ രൂപങ്ങൾ അതിനുണ്ടോ അതെല്ലാം തന്നെയും ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അത് ശിർക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.